CUET ആസ്പിരൻസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. CUET എക്സാമിൽ നിങ്ങൾ കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും. അപ്പോൾ ഇംഗ്ലീഷിന്റെ സിലബസ് എന്താണ്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക, അതിന്റെ ട്രെൻഡ് അനാലിസിസ് എങ്ങനെയാണ്, ഏതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവോ, എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 250 വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ വെറുതെ പറയുകയല്ല, ഇത് ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷം CUET എക്സാമിനേഷനിൽ 15 ലക്ഷം കുട്ടികളിൽ 1ാം റാങ്ക് വാങ്ങിയിട്ടുള്ള നിവേദ മറിയമിന്റെ സ്കോർ കാർഡാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇംഗ്ലീഷിൽ 241.96 സ്കോർ, അതായത് ഹയസ്റ്റ് സ്കോർ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇഫ് ഷീ ക്യാൻ ഡു ദാറ്റ്, യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. സോ വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ്. നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, CUET എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത്, ഒരു എക്സാമിന്റെ ഒരു സ്കീം അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു 60 മിനിറ്റിന്റെ ഒരു പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. അതിൽ എന്തൊക്കെ ടോപ്പിക്കുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കും. 60 മിനിറ്റിന്റെ ഒരു എക്സാമിനേഷൻ ഉണ്ടാവും. 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഓരോ ശരി ഉത്തരത്തിനും 5 മാർക്കും, ഒരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും, 1 മാർക്ക് നഷ്ടപ്പെടും, -1 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ 250ന്റെ ഒരു പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഔട്ട് ഓഫ് നിങ്ങളെ എക്സാമിന്റെ ഒരു കട്ട് ഓഫ് എന്ന് മനസ്സിലാക്കേണ്ടത്, എക്സാമിനേഷൻ ഈസി ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് കൂടും, എക്സാമിനേഷൻ ടഫ് ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് അതിനനുസരിച്ച് കുറയും. പക്ഷേ നിങ്ങൾക്ക് 100% ഒബ്വിയസ്ലി സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലോട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ CUETന്റെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള CUET.nta.nic.in എന്നുള്ള സൈറ്റിലോട്ട് പോയിട്ട് സിലബസ് എന്നുള്ള സെക്ഷനിലോട്ട് പോവാം. അവിടെ ഇംഗ്ലീഷ് എന്നുള്ള അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിന്റെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു PDF ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ CUET UG സിലബസ് ഫോർ ഇംഗ്ലീഷ് 101 അതാണ് അതിന്റെ പേപ്പർ കോഡ് വരുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്, അതായത് മുഴുവനായിട്ടും കവർ ചെയ്തിട്ടില്ല. ഇവിടെ നോക്കടാ, റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ദർ വിൽ ബി 3 ടൈപ്സ് ഓഫ് പാസേജസ്, മാക്സിമം 300 വേർഡ്സ് ഈച്ച് എന്നുള്ളതാണ്. ഫാക്ച്വൽ, ലിറ്റററി, നരേറ്റീവ് ടൈപ്പിലുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് ഉണ്ടാവും എന്നുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. നമ്മൾ പക്ഷേ അത് ഡിസ്കസ് ചെയ്യും. 45ഓളം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ട്രെൻഡ് അനാലിസിസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ഏരിയാസ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് വരുന്നത്, ഓരോ വർഷത്തെയും ട്രെൻഡ് എന്താണ്, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇവിടെ വെർബൽ അബിലിറ്റി എന്താണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്, റീഅറേഞ്ചിങ് ദ പാർട്സ് കൊടുത്തിട്ടുണ്ട്, മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്, ചൂസിങ് ദി കറക്റ്റ് വേർഡ് കൊടുത്തിട്ടുണ്ട്, സിനോണിംസ് ആൻഡ് ആന്റോണിംസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഇതൊരു ബ്രോഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ പൂർണ്ണമായിട്ടും ഇല്ല. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, 250 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതാണ്, ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം എന്നുള്ളതാണ്, ഏതൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എടാ നോക്കടാ, ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് എന്തുള്ളത്, എക്സാമിന് പഠിക്കാനുള്ളത്. ഞാനിതിൻ്റെ ട്രെൻഡ് അനാലിസിസ് 45 കഴിഞ്ഞ 4 വർഷങ്ങളിലെയും മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിലായിട്ട് നടന്നിട്ടുള്ള എക്സാമിൻ്റെ ട്രെൻഡ് അനാലിസിസ്, ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്ന് വന്നിട്ടുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ, ആ കാര്യങ്ങൾ നമ്മൾ നോക്കും. നിങ്ങൾ നോക്കുക, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്ന സമയത്ത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് നിങ്ങൾ ഒബ്വിയസ്ലി പഠിച്ചിരിക്കണം. ഇത്രത്തോളം ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനുള്ളത്. ഇത് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഇത് എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ആവശ്യമുള്ള, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഗ്രാമറിനോടൊപ്പം ഡെയിലി പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബേസിക്കലി ആദ്യം എന്ത് ഡിസ്കസ് ചെയ്യാം, ഏതൊക്കെ ഗ്രാമർ ടോപ്പിക്സ് ആണ് നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ 250 സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുള്ളത്, നിങ്ങൾക്ക് 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണുള്ളത്. അതിൻ്റെ യൂസേജസും അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ടെൻസസ് നിങ്ങൾക്കറിയാം, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അങ്ങനെ ടോട്ടൽ 12 ടെൻസുകളാണുള്ളത്. ആ ടെൻസുകളെ കുറിച്ചിട്ട് നിങ്ങൾ ഓരോ ടെൻസിൻ്റെയും യൂസേജും അതിൻ്റെ സെൻറ്റൻസിലെ യൂസേജും കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ടെൻസുകളിൽ ഫ്രെയിം ചെയ്യുക, അത്തരം കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് നിങ്ങൾ പഠിക്കണം. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻറ്റ് ഒരു സെൻറ്റൻസിൽ വരുന്ന സമയത്ത് അതെങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഗ്രാമർ റൂൾസ് നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. അതുപോലെ വോയിസസ്, നിങ്ങൾ ടെൻസസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിനെ
രാമൻ ദാമുവിനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതും ദാമു രാമുവിനെ കൊന്നു എന്ന് പറയുന്നതും രണ്ട് വോയിസുകളിലാണുള്ളത് അല്ലേ. അപ്പം ആ ഒരു വോയിസസിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ റിപ്പോർട്ടർ സ്പീച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിൽ നിങ്ങൾ എക്സാമിന് പഠിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. നിങ്ങൾക്ക് അറിയാം 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണുള്ളത്. ഏതൊക്കെയാണ്? നൗൺ ഉണ്ട്, പ്രോനൗൺ ഉണ്ട്, വേർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, ആഡ്വേർബ് ഉണ്ട്, പ്രിപ്പോസിഷൻ ഉണ്ട്, കൺജക്ഷൻ ഉണ്ട്, ഇന്റർജെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെയും എന്താണ് നൗണ്, അതിന്റെ യൂസേജ് എന്താണ്, ഗ്രാമർ റൂൾസ് എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കണം. പ്രോനൗണിനെ കുറിച്ച് പഠിച്ചിരിക്കണം, അതിന്റെ യൂസേജ് പഠിച്ചിരിക്കണം. വെർബ് എന്താണ്, അതിന്റെ യൂസേജ് പഠിച്ചിരിക്കണം. അഡ്ജക്റ്റീവും ആഡ്വേർബും പ്രിപ്പോസിഷൻ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നിങ്ങൾ പഠിക്കണം. അതുപോലെ ആർട്ടിക്കിൾസ്, ദ, എ, ആൻ പോലെയുള്ള ആർട്ടിക്കിൾസ് അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതിൻ്റെ എക്സാമ്പിൾസിനെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗുകൾ, അതിൻ്റെ യൂസേജും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. PYQs വന്നിട്ടുള്ള ഇതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ മോഡൽസ്, ഇംഗ്ലീഷിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമുള്ള ഒരു കാര്യമാണ് മോഡൽസുകൾ അല്ലെങ്കിൽ ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ക്ലോസുകളെ കുറിച്ചിട്ടുള്ള അതിൻ്റെ യൂസേജസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ പ്രോവേർബ്സും ഫ്രേസസും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ അത് 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്, പിന്നീട് കണ്ടിട്ടില്ല. അത് നിങ്ങൾ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിച്ചാൽ മതി, കുഴപ്പമില്ല. ലെറ്റർ റൈറ്റിങ്ങിൽ സാധാരണ അതിൻ്റെ ഫോർമൽ രീതികൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉണ്ടാവുക. പിന്നെ വേർഡ് റിലേഷനെ കുറിച്ചിട്ടും 2022 ചോദിച്ചിട്ടുള്ളത്. പിന്നെ മിസലീനിയസ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും എക്സാമിന് വരും എന്നുള്ളതാണ്. ഇതാണ് ഗ്രാമർ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ വൺസ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് അത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് അത്രമാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ഓരോന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ റിവൈസ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇവിടത്തോട്ട് വരുന്ന ഈ ടോപ്പിക്കുകൾ വളരെ പ്രധാനമാണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഭാഗത്തു നിന്നാണ് മാക്സിമം എല്ലാ വർഷങ്ങളിലും ഓൺ ആൻ ആവറേജ് 10 മുതൽ 15 വരെ ക്വസ്റ്റ്യൻസ് എന്തിൽ വരാറുണ്ട്. അതായത് 30 to 40% ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഭാഗത്തു നിന്നാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു ഫാക്ച്വൽ, CUET സിലബസിൽ നമ്മൾ കണ്ടില്ലേ, ഫാക്ച്വൽ, ലിറ്റററി, നരേറ്റീവ് ടൈപ്പിലുള്ള പാസേജസ് ആണ് വരിക. മാക്സിമം 300 വേർഡ്സിലാണ് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനവിടെ പ്രാക്ടീസ് ആവശ്യമാണ്. ഫാക്ച്വൽ, ലിറ്റററി, നരേറ്റീവ് ടൈപ്പിലുള്ള പാസേജസ് നിങ്ങൾ വായിച്ചിരിക്കണം എന്നുള്ളതാണ്. അതുമായിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഒരു പാസേജ് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സാധാരണ ആ ഒരു രീതിക്കാണ് PYQs കാണാറുള്ളത്. നമുക്കത് നോക്കാം വിശദമായിട്ട്. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഭാഗത്തുനിന്നും ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ കൈൻഡ് ഓഫ് ജോണേഴ്സിൽ നിന്നാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പാസേജസ് ഉണ്ടാവാം, എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പാസേജസ് ഉണ്ടാവാം, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുണ്ടാവാം, അതുപോലെ തന്നെ ഫിലോസഫി, ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ ടെക്നോളജി, സയൻസ്. അപ്പം മൾട്ടിപ്പിൾ ജോണേഴ്സിലുള്ള പാസേജുകളുമായിട്ട് നിങ്ങൾ റീഡിങ് അത് കംഫർട്ടബിൾ ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 or 3 ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഭാഗമാണ് എല്ലാ ഷിഫ്റ്റുകളിലെയും PYQs നോക്കിക്കഴിഞ്ഞാൽ പാരാജംബിൾസ് അല്ലെങ്കിൽ ജംബിൾഡ് പാര അല്ലെങ്കിൽ സെന്റൻസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ലടാ, അതായത് നമ്മളൊരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് ഒരു സെന്റൻസ്, ഒരു ലെങ്തി ഉള്ള ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ 4 or 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് മീനിങ് ഫുൾ ആയിട്ടുള്ള വേയിലായിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവുക. അപ്പം മീനിങ് ഫുൾ ആയിട്ടുള്ള വേയിൽ ആ സെന്റൻസിനെ അതിൻ്റെ ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പാരാജംബിൾസ് അല്ലെങ്കിൽ ജംബിൾഡ് പാര അല്ലെങ്കിൽ സെന്റൻസ് റീഅറേഞ്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വൊക്കാബുലറി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ എത്രത്തോളം വാക്കുകൾ, നിങ്ങൾക്ക് എത്രത്തോളം പദസമ്പത്ത് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ എന്നുള്ളതാണ് വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പം ഓൺ ആൻ ആവറേജ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന വൊക്കാബുലറീസ് കാര്യങ്ങളുണ്ട്. നമുക്ക് PYQs നോക്കുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാക്കാന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ആവശ്യമാണ്, ഡെയിലി പ്രാക്ടീസ് ആവശ്യമാണ്. മൾട്ടിപ്പിൾ ജോണേഴ്സിലുള്ള കോംപ്രിഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പാസേജസ് വായിക്കുക എന്നുള്ളത്, പാരാജംബിൾസ് ചെയ്യുക എന്നുള്ളത്, വൊക്കാബുലറി എന്നുള്ളത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ
ലാറ്റിൻ ഗ്രീക്ക് മെത്തേഡ്സ് ഉണ്ട്, അതായത് അതിൻ്റെ റൂട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ മീനിങ്ങിലോട്ട് എത്താൻ പറ്റുന്ന അങ്ങനെ മൾട്ടിപ്പിൾ നിമോണിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് മെമ്മറി ടെക്നിക്സിനെ യൂസ് ചെയ്തുകൊണ്ടും വൊക്കാബുലറിയും സിനോണിംസും ആൻറ്റണിംസും ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ സിനോണിംസ് ആൻറ്റണിംസ് എന്ന് പറയുന്നത് ഒരേ അർത്ഥത്തിൽ വരുന്ന വാക്കുകൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ആൻറ്റോണിംസ് എന്ന് പറയുന്നത് വിപരീത അർത്ഥമുള്ള വാക്കുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ സിനോണിംസും ആൻറ്റോണിംസും ഒക്കെ പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, അട്ടഹസിക്കുക, ആഹ്ലാദിക്കുക, ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഒരുപോലെയായിട്ട് തോന്നും. പക്ഷേ ക്ലോസ്ലി മീനിങ് ഉള്ള ഒരു വേർഡ്സ് ആണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയാം. അതുപോലെ തന്നെ ആൻറ്റണിംസ്, വിപരീത അർത്ഥങ്ങൾ വരുന്ന വേർഡ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുണ്ടാവും. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, അതായത് ഒറ്റ വാക്കിൽ പ്രയോഗിക്കുക എന്ന് മലയാളത്തിൽ പറയാം. നമ്മളൊരു സാധനം നീട്ടിപ്പരത്തി പറയാതെ ആ സാധനത്തിനെ ഒറ്റ വാക്കിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രൂപത്തിലുള്ള ഒരു കാര്യങ്ങളെയാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫോറിൻ വേർഡ്സ് ഉണ്ടാവും, അതായത് ഇംഗ്ലീഷ് ഭാഷയിലോട്ട് ഫോറിൻ ലാംഗ്വേജിൽ നിന്ന് വന്നിട്ടുള്ള ചില വേർഡുകൾ ഉണ്ടാവും. അപ്പം അതുമായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഇഡിയംസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ മനോഹരമായിട്ട് സംസാരിക്കാനും എഴുതാനും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ശൈലികളും പ്രയോഗങ്ങളുമാണ്. നമ്മൾ മലയാളത്തിൽ സാധാരണ പറയും അല്ലേ, എരിതിയിൽ എണ്ണയൊഴിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ഒരു പ്രയോഗമാണ് ആഡ് ഫ്യൂവൽ ടു ഫയർ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കാറുള്ള ഒരു കാര്യമാണ് രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് മണൽ കയറ്റി അയക്കുക എന്നുള്ളത്. ആക്ച്വലി അതൊരു അയറണിയാണ് അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇംഗ്ലീഷിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള ഒരു ഇഡിയമാണ് ടു ക്യാരി കോൾസ് ടു ന്യൂ കാസിൽ എന്നുള്ളത്. അതായത് ഇംഗ്ലണ്ടിൽ ധാരാളം കോൾസ് ഉള്ള ഒരു സ്ഥലമാണ് ന്യൂ കാസിൽ എന്നുള്ളത്. അപ്പോൾ അവിടത്തോട്ട് തന്നെ വീണ്ടും കോൾസ് കയറ്റി അയക്കുക എന്നുള്ളത് ഒരു അയറണിയാണ്. അപ്പം ഇംഗ്ലീഷ് ഭാഷ മനോഹരമായിട്ട് സംസാരിക്കാനും എഴുതാനും നമ്മൾ പ്രയോഗിക്കുന്ന ശൈലികളും പ്രയോഗങ്ങളുമാണ് നമ്മൾ ഇഡിയംസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ അങ്ങനെ ഒരുപാട് ടു ബെൽ ദ ക്യാറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഇഡിയമാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് സ്റ്റോറി മെത്തേഡിലൂടെ നിങ്ങൾക്ക് പഠിച്ചു പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹോമോണിംസ് ആൻഡ് ഹോമോഫോൺസ് എന്നുള്ളത്, ഒരേ സൗണ്ടിൽ വരുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഹോമോഫോൺസും ഹോമോണിംസ് ഒക്കെ വരുന്നത്. പിന്നെ ഫ്രൈസൽ വെർബുകളുണ്ട്, പുട്ടപ്പ് അല്ലെങ്കിൽ പുട്ടപ്പ് വിത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുട്ടക്രോസ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫ്രൈസൽ വെർബുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 100-200ഓളം ഫ്രൈസൽ വെർബുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മനസ്സിലാക്കുക. ഈ ഗ്രാമർ പോർഷൻസ് വൺസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഓരോ ദിവസവും ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷനും പാരജമ്പിൾസും വൊക്കാബുലറി നിങ്ങൾക്ക് ഒറ്റയടിക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല. നിങ്ങൾ ഡെയിലി പതിയെ പതിയെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകുക എന്നുള്ളതാണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ജോണേഴ്സിലുള്ള പാസേജസ് വായിക്കുക, പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നുള്ളത്, പ്രാക്ടീസ് ടെസ്റ്റ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പാരജമ്പിൾ ആയിക്കോട്ടെ, ആ രീതിക്കാണ്. വൊക്കാബുലറിയും സിനോണിംസും ആൻറ്റണിംസും നിങ്ങൾ ബിൽഡ് ചെയ്യുക, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുക, അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സിൻ്റെ കളക്ഷൻസ് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇഡിയംസും ഹോമോണിംസും ഹോമോഫോൺസും ഫ്രൈസൽ വെർബുകളും നിങ്ങൾ ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഏതൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഇത് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വരിക എന്നുള്ളതാണ് നമ്മൾ എന്ത് നോക്കിയത്, ടോപ്പിക്കുകളായിട്ട് നോക്കിയത് അല്ലേ. ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വരും, ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ആവശ്യമുള്ള ഏതൊക്കെ ഭാഗങ്ങളാണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി ഏതൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും, അവിടെ മാച്ച് ദ ഫോളോയിങ്, അതായത് കോളം എ കോളം ബി, അതിൽ ഓരോന്നിനും ഇത് കറക്റ്റ് ആയിട്ടുള്ളത് മാച്ച് ചെയ്യുക എന്നുള്ള രീതിക്ക് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും. പിന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ ഫില്ലേഴ്സ് ഓർ ക്ലോസ് ടെസ്റ്റ്, അതായത് ഒരു പാസേജ് തരും, പാസേജിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ലൈനായിട്ട് ഡാഷ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഓപ്ഷനിൽ നിന്നും എടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്ന കൈൻഡ് ഓഫ് സാധനത്തിനാണ് ഫില്ലേഴ്സ് അല്ലെങ്കിൽ ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പോട്ട് ദ എറർ അല്ലെങ്കിൽ എഡിറ്റിംഗ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള വേർഡ്സ് കാര്യങ്ങൾ അത് തിരുത്താനുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അനലോജി ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതായത് മീനിങ് ആൻഡ് ക്വസ്റ്റ്യൻ ആ ഒരു കൈൻഡ് ഓഫ് ടൈപ്പിൽ വരുന്നതാണ്. മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഓർ ഫ്രൈസ് ആ ഒരു രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കോണ്ടെക്സ്റ്റുവൽ വൊക്കാബുലറി, വേർഡ് മീനിങ് ഇൻ കോണ്ടെക്സ്റ്റ്, അതായത് ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൊക്കാബുലറി തന്നെ പല രീതിയിൽ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കും. ഇതല്ലാതെ നമ്മൾ ഓരോ സെൻറ്റൻസിൻ്റെ ഇടയിൽ നമ്മൾ കോണ്ടെക്സ്റ്റിൽ എന്താണ് ഉപയോഗിക്കാനുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ റെഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, വേർഡ് ഓർ ലൈൻ റെഫേഴ്സ് ടു, നമ്മളൊരു വേർഡിനെയോ അല്ലെങ്കിൽ ലൈനിനെയോ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഇംപ്ലിസിറ്റ് ആയിട്ട് ഇൻഫറൻസ് ബേസിലുള്ളതായിരിക്കും. ഐഡന്റിഫൈ ദി കറക്റ്റ് ഓർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ചിലപ്പോൾ നമുക്ക് ഗ്രാമർ റൂള് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനുള്ളതായിരിക്കില്ല.
നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഗ്രാമർ കറക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗമായിരിക്കും, ചിലപ്പോൾ പ്രിപ്പോസിഷൻ ആയിരിക്കാം, ചിലപ്പോൾ ആർട്ടിക്കിൾസ് ആയിരിക്കാം, അതിൽ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് നമ്മൾ ആ എല്ലാ ഗ്രാമർ റൂളുകളും പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ഓർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കോസ് ആൻഡ് എഫക്റ്റ് റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സെൻറ്റൻസിൻ്റെയോ ഒരു പാസേജിൻ്റെയോ ടോൺ ഓർ ആറ്റിറ്റ്യൂഡ് ഐഡൻറ്റിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ മറ്റ് മിസ്ലീനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ടെസ്റ്റുകളും ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോകുന്നു എന്നുള്ളത്. അത്തരം പ്ലാറ്റ്ഫോമുകളിൽ വേണം നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ മെൻറ്ററിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഈ ഒരു രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതായത് ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ടെൻസസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ചാപ്റ്റർ കവർ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ വൊക്കാബുലറി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ കവർ ചെയ്തു, അല്ലെങ്കിൽ ഇഡിയംസ് നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്തു. ആ പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ എന്നുള്ള ഫോർമാറ്റിൽ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ നമ്മുടെ ക്രാഷ് ബാച്ചിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും അത്തരം കാര്യങ്ങളിലോട്ടും കൂടെ വരാം എന്നുള്ളത് ഞങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് 250 ഔട്ട് ഓഫ് 250 വാങ്ങിക്കുക എന്നുള്ളതാണ്. എടാ ഇവിടെ നോക്കടാ, നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് സിലബസ് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് സിലബസ്, എന്തൊക്കെ വരും എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഡിംഗ് കോംപ്രിഹെൻഷനും അതുപോലെ തന്നെ പാരജമ്പിൾസ് പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ വൊക്കാബുലറി, നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടുന്ന ഇഡിയംസ്, സിനോണിംസ്, ആന്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അത് ഡെയിലി ലേണിംഗ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ട്രെങ്തേൺ വൊക്കാബുലറി കൺസിസ്റ്റൻ്റ്ലി, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല, ഓവർ ദ പീരീഡ് ഓഫ് ടൈം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിങ്ങൾ എഫേർട്ട് ഇടുന്ന സമയത്ത് കോമ്പൗണ്ട് എഫക്റ്റിൽ ഉണ്ടാവുന്നതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രാക്ടീസ് ടോപ്പിക് വൈസ് MCQs എന്നുള്ളതാണ്. നിങ്ങളൊരു ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം പ്രിപ്പോസിഷൻ എന്നുള്ള ഒരു ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന നിരവധിയായിട്ടുള്ള നമ്പർ ഓഫ് രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ്ങും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും റീസണിങ് ആൻഡ് അസേഷനും അനലോജി ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്പർ ഓഫ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ടെസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് CUT എക്സാമിൽ PYQs എന്നുള്ളത് 60 to 70% ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ്. ബാക്കി 30 to 40% മാത്രമേ അതേ പാറ്റേണിൽ പുറത്തുനിന്ന് ചോദിക്കുള്ളൂ. അത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആസ് മച്ച് ആസ് പോസിബിൾ. നിങ്ങൾക്ക് എത്രത്തോളം PYQs സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, എത്രത്തോളം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം നിങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എൻട്രൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന സമയത്ത് ഇതൊരു ഓട്ട മത്സരം പോലെയാണ്. ആരോടി മുന്നിലെത്തുന്നു എന്നുള്ളതാണ് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡ് ആൻഡ് ആക്യുറസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന ഉത്തരം ശരിയാണ് എന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെറ്റിപ്പോകുന്നില്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സാമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്പീഡാണ്. നിങ്ങൾക്കറിയാം 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 50 മിനിറ്റ് ടൈമേ ഉണ്ടാവുള്ളൂ. നിങ്ങളോടൊപ്പം കോമ്പീറ്റ് ചെയ്യുന്നത് 15 ലക്ഷം വിദ്യാർത്ഥികളാണ്. മുഴുവൻ യൂണിവേഴ്സിറ്റികളുമായിട്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി ആവട്ടെ, ജാമിയ ആയിക്കോട്ടെ, അലിഗഡ് ആയിക്കോട്ടെ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഹൈദരാബാദ് ആയിക്കോട്ടെ, ഇഫ്ലു ആയിക്കോട്ടെ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആയിക്കോട്ടെ, ഈ പറയപ്പെടുന്ന 47ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും ഡീം ടു ബി യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും ഐക്കർ പോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ടോട്ടൽ 15 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞ വർഷം കോമ്പീറ്റ് ചെയ്ത്. ഇപ്രാവശ്യം 18 ലക്ഷമായേക്കാം. പക്ഷെ ആകെയുള്ള സീറ്റിന്റെ എണ്ണം ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. മുഴുവൻ കോഴ്സുകളിലും മുഴുവൻ യൂണിവേഴ്സിറ്റികളിലുമായിട്ട് ആകെ 1 ലക്ഷം സീറ്റുകൾ മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, 15 ലക്ഷം കുട്ടികൾ എക്സാം എഴുതുന്ന സമയത്ത് 1 ലക്ഷം സീറ്റുകൾ മാത്രം ബാക്കിയിരിക്കെ ബാക്കി 14 ലക്ഷം പേരെ എങ്ങനെ പുറത്താക്കാം എന്നുള്ളതാണ് ഒരു എക്സാമിനർ ചിന്തിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സാം ഹോളിലോട്ട് പോകുന്ന സമയത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, CBT മോഡലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പം അതുപോലെയുള്ള മോക്ക് ടെസ്റ്റുകൾ, അതായത് 50 ക്വസ്റ്റ്യൻസും 60 മിനിറ്റ് ടൈമും ഒരു ഉത്തരത്തിന് 5 മാർക്കും തെറ്റിക്കഴിഞ്ഞാൽ -1 നെഗറ്റീവ് മാർക്കിംഗ് വരുന്ന ഫോർമാറ്റിലുള്ള മോക്ക് ടെസ്റ്റുകൾ
ഈസി മോഡറേറ്റ് ഡിഫിക്കൽട്ടി ലെവലിലുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഹോളിലോട്ട് പോകുന്ന സമയത്ത് പുതിയ കാര്യമായിരിക്കില്ല. കാര്യം ഓൾറെഡി നിങ്ങൾ അത്രത്തോളം മോക്കുകൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ സ്കോറും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജീസും റിവിഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു കാര്യം പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. സ്പേസ്ഡ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ ഇവിടെ ആവശ്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, നമ്മളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നമ്മുടെ മെമ്മറി പവർ ഭയങ്കരമായിട്ട് ഷാർപ്പനാവും, ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്നൊരു കാര്യം പഠിച്ചു, ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുന്നു, പിന്നീട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുന്നു, പിന്നെ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും നോക്കുന്നു, ഒരു മാസത്തിനുള്ളിൽ അന്നേ ദിവസം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് റിവൈസ് ചെയ്യുന്നു, പിന്നെ എക്സാമിന് മുമ്പായിട്ട്. അങ്ങനെ നിങ്ങൾ സ്പേസ്ഡ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ, അതുപോലെ തന്നെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ലേണിംഗ് കർവ് ഉണ്ട്, ഒരു ഫോർഗെറ്റിംഗ് കർവ് ഉണ്ട്, അതുപോലെ തന്നെ പൊമഡോറോ ടെക്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് ഉണ്ട്, ഫെയ്മാൻസ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതുപോലെ നിമോണിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്മാർട്ട് റിവിഷനും അതുപോലെ തന്നെ എന്താണ് എക്സാം സ്ട്രാറ്റജീസ് എന്നുള്ളതും നിങ്ങളെ മറ്റ് കാൻഡിഡേറ്റ്സിൽ നിന്നും ബഹുദൂരം മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 15 ലക്ഷം വിദ്യാർത്ഥികളിൽ ഇംഗ്ലീഷിൽ ഓൾ ഇന്ത്യ റാങ്ക് 1 ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നിവേദയായിരുന്നു. അതായത് 241.96 കഴിഞ്ഞ വർഷം 250-ൽ 250 ആർക്കും കിട്ടിയില്ല, എക്സാം ടഫ് ആയതുകൊണ്ട്. അപ്പോൾ 241.96 മാർക്ക്, ഹയസ്റ്റ് മാർക്ക്, 15 ലക്ഷത്തിൽ 1ാം റാങ്ക് വാങ്ങിയത് ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നിവേദ മറിയമായിരുന്നു. അതുപോലെ തന്നെ ബയോളജിയിലും ഓൾ ഇന്ത്യ റാങ്ക് 1 വാങ്ങിയിരുന്നത് ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള കല്യാണിയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 100ലധികം വിദ്യാർത്ഥികൾ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇഫ് ദേ ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ ഓൾസോ ഡു ദാറ്റ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ ഇതാണ് എക്സാമിൻ്റെ ഒരു ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. എടാ നോക്കടാ, ഇവിടെ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ 4 വർഷങ്ങളിൽ മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു എക്സാമിൻ്റെ ഒരു ട്രെൻഡ് അനാലിസിസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ട്രെൻഡ് അനലൈസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ട്രെൻഡ് അനാലിസിസ് ആണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഭാഗത്തു നിന്നാണ്. അതുപോലെ തന്നെ പാരാജമ്പിൾസ് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എല്ലാ വർഷവും. അതുപോലെ വൊക്കാബുലറി, സിനോണിംസ്, ആന്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫോറിൻ വേർഡ്സ്, ഇഡിയംസ്, ഹോമോണിംസ്, ഹോമോഫോൺസ്, അതുപോലെ തന്നെ ഫ്രൈസൽ വെർബ്, ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, ടെൻസസ്, വോയിസസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള നൗണ്, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, വേർബ്, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ, അതുപോലെ തന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഓക്സിലറി വെർബ്സ് ഓർ മോഡൽസ്, ക്ലോസസ്, പ്രോവേർബ്സ്, ഫ്രൈസസ്, ലെറ്റർ റൈറ്റിംഗ്, വേർഡ് റിലേഷൻ, ഡിറ്റർമിനേഴ്സ്, സ്പോട്ട് ദെയറർ, സ്പെല്ലിംഗ് കറക്ഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ട്രെൻഡ് അനാലിസിസ് എന്നുള്ളത്. ഇതിൻ്റെ PDF എന്ത് ചെയ്യാം, ഞാൻ ഈ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ PDF നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ഡെമോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് സെക്ഷൻ വൈസ് തിരിച്ചിട്ടുള്ളതാണ് PYQs. കഴിഞ്ഞ 45ഓളം വരുന്ന PYQs കഴിഞ്ഞ 4 വർഷങ്ങളിൽ മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിലായിട്ട് നടന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള PYQs എന്ത് ചെയ്തിട്ടുണ്ട്, സെക്ഷൻ വൈസ് തിരിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്രാഷ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്താവും, ഇതൊക്കെ കിട്ടും. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 45 PYQs എന്ന് വന്നിട്ടില്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിലും ഇത്രയും PYQസിൻ്റെ കളക്ഷൻ അവൈലബിൾ അല്ല. ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു, 60 to 70% ക്വസ്റ്റ്യൻസ് വരെ PYQസിൽ നിന്നാണ്. അപ്പോൾ ഇവിടുന്നേ ചോദിക്കുള്ളൂ, അത് ഷുവറാണ്. ബാക്കിയുള്ള 30 to 40% എന്ത് ചെയ്താൽ മതി, മോക്ക് ടെസ്റ്റും ക്ലാസ്സുകളും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ക്രാഷ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് സെക്ഷൻ വൈസ് ആയിട്ട് തന്നെ തിരിച്ചുകൊണ്ട് നിങ്ങൾക്കത് ക്രാഷ് ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും എന്നും കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, കഴിഞ്ഞ വർഷം 2 ഓൾ ഇന്ത്യ റാങ്കുകൾ കൂടാതെ
100-ലധികം കുട്ടികൾ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ട് ജോയിൻ ചെയ്ത് കാണാം. ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഉണ്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, ജാമിയ മില്ലിയ ഇസ്ലാമിയ ഉണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പ് ടയർ കോളേജസിലോട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഇഫ് ദേ ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഞാൻ പഠിച്ചത് ഇതേ ജാമിയ മില്ലിയ ഇസ്ലാമിയയിലായിരുന്നു. ഇഫ് ഐ ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. എൻ്റെ അടുത്ത് 7ാം ക്ലാസ്സിൽ നിന്ന് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എടാ നീയൊക്കെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, രാവിലെ ബാഗും തൂക്കി വരും, വൈകുന്നേരം ബാഗ് കൊടുത്ത് മലവെള്ളത്തിൽ പോകുന്ന പോലെ പോകുന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദ കോൺഫിഡൻസ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രാഷ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസിൻ്റെയും ടോപ്പിക്കുകളുടെയും എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് നയിക്കുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ നിങ്ങളെ ഇതേ രൂപത്തിലായിരിക്കും നിങ്ങളുടെ എക്സാമിൻ്റെ ആക്ച്വൽ എക്സാമിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. നിങ്ങൾ എക്സാം സെൻറ്ററിൽ പോകുന്ന സമയത്ത് കമ്പ്യൂട്ടർ സെൻറ്ററിൽ മോണിറ്ററിൽ തെളിഞ്ഞു വരിക, അതേ ഇൻ്റർഫേസിലാണ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്തും അതിൻ്റെ നോളജ് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ ലാംഗ്വേജിലും ജനറൽ ടെസ്റ്റിലും ആണെന്നുണ്ടെങ്കിൽ 45ഓളം വരുന്ന PYQs വിത്ത് ആൻസർ കീ അവൈലബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റുകളിൽ 20ഓളം വരുന്ന PYQസും അവൈലബിൾ ആയിരിക്കും. ഓരോ ചാപ്റ്ററിൻ്റെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാവും. പിന്നെ ക്ലാസ്സുകളിൽ പ്രസൻറ്റ് ചെയ്യുന്ന നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ബൈറ്റ് സൈസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രാഷ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. മിഷൻ CUET UG 2026 എന്നുള്ള ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ബാച്ചിൽ ഉണ്ടാവുക എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആയിരിക്കും ക്ലാസ്സസ് എടുക്കുക. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടാവും, ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും. ത്രൂ ഔട്ട് ദിസ് ജേർണി നിങ്ങളുടെ കൂടെ ഒരു കമ്പാനിയൻ ആയിട്ട്, ഒരു ഫ്രണ്ട് ആയിട്ട്, നിങ്ങളുടെ അഡ്മിഷൻ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എക്സാം കഴിഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ആയിക്കോട്ടെ, ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടാവും. ക്ലാസ്സുകൾ എടുക്കുന്ന ക്ലാസ് നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ബൈറ്റ് സൈസ്ഡ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ട്സും കൂടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകളും അതുപോലെ മോക്ക് ടെസ്റ്റുകളും ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ടി ലെവലുള്ള എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും യു വിൽ ബി ഏബിൾ ടു ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രൂപത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജിലും ജനറൽ ടെസ്റ്റിലും 45ഓളം വരുന്ന PYQs അവൈലബിൾ ആണ്. ഇന്ത്യയിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത്രത്തോളം ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പോഷർ നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ PYQ ഡിസ്കഷൻ ലൈവ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ മുതൽ അഡ്മിഷൻ വരെയുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസും കൂടെ ഈ ഒരു ബാച്ചിനോടൊപ്പം അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സയൻസ് ഓർ കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിങ്ങൾ എക്സാം എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജും ജനറൽ ടെസ്റ്റും ഈ പറയപ്പെടുന്ന സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിലെ ഡൊമൈൻ സബ്ജക്റ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50% ഏർലി ബേർഡ് ഓഫറും കൂടെ ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന 7909228688 എന്നുള്ള ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിലോട്ട് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വർഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.